ഈ നിയമസഭാ തെരഞ്ഞെടുപ്പെന്നല്ല, ഇനിയുള്ള കാലം അത്രയും LDFനും CPMനും DYFIക്കുമൊക്കെ അഭിമാനപൂർവ്വം എടുത്തു കാണിക്കാൻ കഴിയുന്ന വലിയൊരു പദ്ധതിയാണ് മുണ്ടക്കൈ ചൂരൽമല നിവാസികളുടെ കണ്ണീരൊപ്പിയ അവർക്കൊരു പുതുജീവിതമുണ്ടെന്ന് കാണിച്ചു കൊടുത്ത വയനാട് ടൗൺഷിപ്പ് പദ്ധതി. അതേസമയം വയനാടിൻ്റെ പേരിൽ കാശ് പിരിച്ച കാശ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ നുണ പറഞ്ഞ് ഒടുവിൽ ആന ഇറങ്ങുന്ന സ്ഥലത്ത് 3 ഏക്കർ വാങ്ങിയിട്ട് അവിടെ ഒരു കല്ലുമെടുത്ത് വെച്ച് വീമ്പിളക്കുന്നത് കാണുമ്പോൾ അതിന് ധൈര്യം നൽകുന്നത് കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളാണെന്ന് വെളിപ്പെടുമ്പോൾ എനിക്കുണ്ടായ വെളിപാടാണ് ഇന്നത്തെ ന്യൂസ് ലാബ്. പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് ലാബിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM കാണിച്ച വലിയൊരു മണ്ടത്തരമുണ്ട്. നേരത്തെ ചോദിക്കേണ്ട കാര്യം വളരെ വൈകി ചോദിച്ചു. CPMനേക്കാൾ അക്കാര്യത്തിൽ യോഗ്യതയുണ്ടായിരുന്ന മറ്റൊരു പ്രസ്ഥാനം DYFI ആയിരുന്നു. അവരും ഇടയ്ക്കിടെ ചോദിച്ചുവെങ്കിലും ഒരു വലിയ ക്യാമ്പയിൻ മോഡലിൽ ചോദ്യം ഉന്നയിക്കാൻ വിട്ടുപോയി. ഫലമെന്താണ്? ലോകത്തിന് തന്നെ മാതൃകയായി മാറിയ ടൗൺഷിപ്പ് നിർമ്മിച്ച സർക്കാരും ആപ്പ് വഴി നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച കോൺഗ്രസും അല്ലാതെ പലവിധ മാർഗത്തിലൂടെ പണം പിരിച്ച യൂത്ത് കോൺഗ്രസുമെല്ലാം ഇപ്പോൾ സമാസമം എന്ന കണക്കിലായി നിൽക്കുകയാണ്. എത്ര നുണ പറഞ്ഞാലും ആ നുണയൊക്കെയും തുറന്നു കാട്ടിയാലും എൻ്റെ സതീശേട്ടൻ അങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്ന വലിയൊരു വിഭാഗമുണ്ടെന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. വ്യക്തിയായാലും ഒരു നേതാക്കളുടെ കൂട്ടമായാലും നുണയന്മാരുടെ കൂട്ടം എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ പ്രയോഗമാണ്. നിങ്ങൾ സത്യം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നേ. നുണ എന്നൊരു പ്രയോഗം ആദ്യമേ എടുത്തു വെച്ചുകൊണ്ട് PR ചെയ്യുക, അതങ്ങനെ തുടരുക, അതിപ്പോൾ മുഖ്യമന്ത്രിയും ഏറ്റെടുക്കുക. അതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. അല്ലല്ല, എന്റെ സംശയമല്ല. വീട് നിർമ്മാണം തുടങ്ങി എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നുണയാണോ? വീട് നിർമ്മാണം തുടങ്ങി എന്നായിരിക്കാം പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് ഓരോ തവണയും വയനാട്ടിൽ പോയി അവിടെ കല്ലിട്ടോ കല്ലിന് മുകളിൽ വന്നോ എന്ന് നോക്കുന്നില്ല. അദ്ദേഹത്തെ ധരിപ്പിച്ചതായിരിക്കും. ഞാൻ പറയുന്നു, കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ട്. ഞാനത് പറയുകയാണ്, കോൺഗ്രസ് പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നു, ഡോക്ടർ അരുൺ, നുണ എന്ന വാക്ക് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ്, ഓരോ കാലത്തും ഞാനൊരു കാര്യം ഞാൻ പറയുന്നത് നോക്കൂ. 2006 പോയി 2006 പരിപാടിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പങ്കെടുത്ത പരിപാടിയെക്കുറിച്ച് നിങ്ങൾ വളരെ വേഗം അങ്ങോട്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ അത് പരിശോധിക്കേണ്ടി വരും. അതിലെടുക്കുന്ന സമയമുണ്ട്. അതൊരു നുണയാന്ന് പറയണ്ട. പിന്നീട് അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം. അത് ഏത് നേതാക്കളുടെ കാര്യത്തിലും അതെ കേട്ടോ. നിങ്ങൾ അടുത്ത നിമിഷം നിങ്ങൾ അതാ 2003 കാര്യം പറയണം, 2005 കാര്യം പറയണം. അത് നിങ്ങൾ അങ്ങനെ പ്രസംഗിച്ചില്ലേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ എടുക്കാൻ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് സാധിച്ചില്ല. വയനാടിന്റെ കാര്യം പറയൂ. വയനാട് നമ്മുടെ മുന്നിൽ നോക്കൂ, എല്ലാ ക്യാമറകളും ഇത് തൊട്ട് മുൻപല്ലേ നമ്മൾ സംപ്രേഷണം ചെയ്തു. അല്ലെ, നമ്മുടെ സംപ്രേഷണം നോക്കിയിരിക്കുന്നതായിരിക്കും രാഷ്ട്രീയ നേതാക്കളെല്ലാം പ്രചാരണത്തിലാണ്. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? വയനാട്ടിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു മിനിറ്റ് കേൾക്കൂ. വയനാട്ടിലെ DCC പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ വിളിച്ച് ചോദിച്ചാൽ അറിയാവുന്നല്ലോ. നിങ്ങൾ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോൺ വിളിച്ച് ചോദിക്കുക, അങ്ങനെയല്ല, അങ്ങനെയൊന്നും അല്ല പറയാ. ഒന്നാമത്തെ കാര്യം അതിനുള്ള അബദ്ധം പറ്റിയതാണോ പറയുന്ന കേൾക്കൂ. രാഷ്ട്രീയത്തിനതീതമായി ഇക്കാര്യത്തിൽ ഇടപെട്ട യുവജന പ്രസ്ഥാനം DYFI ആണ്. 25 വീട് വെച്ചുകൊടുക്കുമെന്ന് പറഞ്ഞു. അതിനവർ ആക്രി പെറുക്കി വിറ്റും മീൻ വിറ്റും ബിരിയാണി ചലഞ്ച് നടത്തിയും 20 കോടി രൂപ കണ്ടെത്തി. അങ്ങനെ 25 വീട് എന്നതിൽ നിന്ന് 100 വീട് എന്ന നിലയിലേക്ക് ആ കണക്കെത്തി. എന്നാൽ 30 വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ എത്ര വീടുകൾ നിർമ്മിച്ചു? ഒരു കല്ലോ കട്ടയോ എടുത്തു വെക്കാൻ യൂത്ത് കോൺഗ്രസിന് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഉളുപ്പില്ലാത്തവർക്ക് എന്തും പറയാം. അതാണ് അബിൻ വർക്കിയെ പോലെയുള്ള യൂത്ത് നേതാക്കന്മാർ ചാനലുകൾ തോറും കയറി ഇറങ്ങി പറയുന്നത്. ഒരു പ്രാവശ്യമല്ല വയനാടിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. എൻ്റെ കാരണം എന്താണെന്നറിയോ? വയനാട്, ഞാൻ താങ്കളോട് ചോദിക്കുന്നു, താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ ആ മറുപടി ഇങ്ങ് പറഞ്ഞാൽ മതി. വയനാട് റീഹാബിലിറ്റേഷൻ പ്രൊജക്ട് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വിട്ടതിന്റെ ടെൻഡർ വിട്ടതിന്റെ ആ രേഖ ഒന്ന് പുറത്തുവിടാവോ? അല്ല, താങ്കൾ ചിരിക്കേണ്ട, താങ്കൾ പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു ടെൻഡർ നടപടി നടന്നിട്ടുണ്ടോ വയനാട്ടിൽ? ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, താങ്കൾ ഇത്ര വിവരമുള്ള ആളാണല്ലോ. വയനാട് ഉമ്മൻചാണ്ടി ഞാൻ ചോദിക്കുന്നത് ഇത് സർക്കാർ പണിത വീടല്ലേ, CPM പണിത വീടൊന്നും അല്ലല്ലോ. ഈ നാട്ടിലെ സാധാരണ MLA-മാരടക്കമുള്ളവർ കൊടുത്ത പൈസ, ഈ നാട്ടില് പാത്തുമ്മയുടെ ആട് വിറ്റ് കൊടുത്ത പൈസ, ഈ നാട്ടിൽ കുടുക്ക പൊട്ടിച്ചു കൊടുത്ത പൈസ, 750 കോടി രൂപ സർക്കാർ കയ്യിൽ വെച്ചിട്ട് സർക്കാർ പൂർത്തീകരിച്ച വീടല്ലേ. ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് പൂർത്തീകരിച്ച വീടിനെ പറ്റിയല്ല പറഞ്ഞാൽ, CPM പൂർത്തീകരിച്ച വീടിനെ പറ്റിയല്ലോ. ഞങ്ങൾ പറഞ്ഞ വീട് സമയബന്ധിതമായി പൂർത്തീകരിക്കും. പൂർത്തീകരിക്കുന്നത് കൃത്യമായ മാർഗ്ഗം. UDF സ്ഥാനാർത്ഥി പറഞ്ഞതിന്റെ ഉത്തരം ഇവിടെ DYFI പറഞ്ഞോളൂ. പക്ഷേ വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ ഒരു കണക്കില്ലാത്തവർ, ഇത് എവിടെ പോയി എന്ന് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റാത്തവർ
ഇപ്പൊ പറയാണ് ഈ ഡിവൈഎഫ്ഐ കൊടുത്തത് അന്ന് വന്നോ അതോ ഇത്ര ദിവസം കഴിഞ്ഞാണോ വന്നത്? ഡിവൈഎഫ്ഐ കൊടുത്തതിന് കൃത്യമായ കണക്കുണ്ട്, അത് കൃത്യമായിട്ട് പോയിട്ടുണ്ട്, അതിന് ഡേറ്റ് ഉണ്ട്, അതെന്നാ കൊടുത്തതെന്ന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എവിടെ 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 പിരിച്ച ഫണ്ട് എവിടെ? അല്ല, വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് പിരിച്ച ഫണ്ട് എവിടെ? അതിന്റെ കണക്കെവിടെ? ഞാൻ അങ്ങനെ ഒരു കാര്യം, അബിൻ വർക്കിയെ പോലെയുള്ള വിവരദോഷികളോട് തർക്കിക്കാൻ നിന്നിട്ട് കാര്യമില്ല. പണം പിരിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, അതായത് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ്, ലൈംഗിക വൈകൃതത്തിൻ്റെ പുതിയ പാഠങ്ങൾ പഠിക്കുകയും തെറ്റായ പാഠങ്ങൾ തിരുത്താനുമുള്ള വെപ്രാളത്തിലും ഓട്ടപ്പാച്ചിലുമായിരുന്നു. പ്രസ്തുത അബിൻ വർക്കി പ്രസിഡന്റ് ആകുമെന്ന് വിചാരിച്ച് ഉടുപ്പ് തയ്ച്ച് വെച്ചെങ്കിലും അതിടാൻ യോഗം കിട്ടിയത് മറ്റൊരാൾക്ക്, OJ ജനീഷ്. സർക്കാരിൻ്റെ വീട് അവിടെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ വീടും അവിടെ ഉണ്ടാകുമെന്നായിരുന്നു ആ ഉളുപ്പില്ലാ വാചകം. അവസാനം സർക്കാർ ആദ്യഘട്ട വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനവും നടത്തി. പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതൊന്നും നടന്നില്ല. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്നതായി അവസ്ഥ. യൂത്ത് കോൺഗ്രസിന്റെ കാര്യം വിടാം. കോൺഗ്രസ് പറഞ്ഞ ആ 100 വീട് എവിടെ? ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ CPM കാണിച്ച, അല്ലെങ്കിൽ ഇടതുമുന്നണി കാണിച്ച മണ്ടത്തരം. ആളുകളിൽ നിന്ന് നേരിട്ട് പണം പിരിച്ചിട്ട് വീടുമില്ല കൂടുമില്ല എന്ന അവസ്ഥ. അതായത് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് അപ്പുറം മുഖ്യമന്ത്രിയെ പോലെ CPM സംസ്ഥാന സെക്രട്ടറിയെ പോലെ മുതിർന്ന നേതാക്കൾ ഇക്കാര്യം ഗൗരവത്തോടെ ഉന്നയിച്ചില്ല. അങ്ങനെ ഒരു ക്യാമ്പയിൻ CPM ഗൗരവത്തോടെ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മിണ്ടാട്ടം പൊട്ടിപ്പോകുമായിരുന്നു. വ്യക്തിപരമായി ഒരഭിപ്രായം രേഖപ്പെടുത്തിയാൽ വയനാടിന് വേണ്ടി കോൺഗ്രസ് പിരിച്ച ഫണ്ട് എവിടെ എന്ന മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കതിരിൽ കൊണ്ട് വളം വച്ചതുപോലെയായി എന്നതാണ്. എങ്കിലും ഇപ്പോഴും വയനാട് ഫണ്ട് തട്ടിപ്പിൽ CPM-ഉം LDF-ലെ മറ്റു പാർട്ടികളും നിരന്തരം ആരോപണം ഉന്നയിച്ചാൽ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ മുതൽ താഴെത്തട്ടിലുള്ള സാധാ കോൺഗ്രസ് പ്രവർത്തകരുടെ വരെ അണ്ണാക്കിലെ പിരിവെട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. സർക്കാർ ഒരു കൊല്ലം എടുത്തപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. വയനാട് ഫണ്ട് തട്ടിപ്പ് തട്ടിപ്പാണെന്ന് മനസ്സിലാകാത്ത ചിലരുണ്ട് കേരളത്തിൽ. അവരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാകട്ടെ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരാണെന്നുള്ളതാണ് നേര്. അവരിൽ പ്രധാനിയാണ് സതീശൻ. ഇത് രണ്ടുമല്ല, സ്മൃതി പരുത്തിക്കാട്. CPM-നോടുള്ള അന്ധമായ വിരോധം മൂലം VD സതീശനെ വെളുപ്പിച്ചെടുക്കാനുള്ള സജീവ ശ്രമത്തിലാണ് സ്മൃതി. സതീശനെ നുണയൻ എന്ന് വിളിക്കുന്നുവെന്നാണ് അവരുടെ പരാതി. നുണ പറയുന്നവരെ പിന്നെ നുണയൻ എന്നല്ലാതെ ഹരിചന്ദ്രൻ എന്നാരെങ്കിലും വിളിക്കുമോ? കൂടെ ചർച്ചയ്ക്കിരിക്കുന്ന അരുൺ സ്മൃതിയെ തിരുത്താൻ പലവട്ടം ശ്രമിക്കുന്നുണ്ട്. സ്മൃതിയുണ്ടോ അടങ്ങുന്നു. കോൺഗ്രസ് പൊതുപണമാണല്ലോ പിരിച്ചത്. ആ പൊതുപണം പിരിച്ചാൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ കാണണമല്ലോ. എനിക്കോ സ്മൃതിക്കോ ഇന്നേ വരെ ഏത് അക്കൗണ്ടിലാണെന്നുള്ളതിന് ക്ലാരിറ്റി ഉണ്ടോ? എന്താ പറഞ്ഞത്? സ്മൃതിയുടെ അഭിമുഖത്തിൽ തന്നെയല്ലേ പറഞ്ഞത് അത് KPCC പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ജോയിന്റ് അക്കൗണ്ടിലാണ് എന്ന്. ലീഗിന്റെ കാര്യത്തിൽ ലീഗ് വീട് വെച്ചു, അവിടെ ആള് താമസം തുടങ്ങി. കോൺഗ്രസ് പൈസ വാങ്ങി അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് അയൽവാസി പറയുന്നു. ആ സ്ഥലത്ത് അവിടെ റോഡ് നിർമ്മിക്കാൻ കുറച്ച് മെറ്റൽ കൊണ്ടിട്ടു. അതും കോൺഗ്രസിന്റെ മെറ്റൽ അല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. റോഡ് നിരപ്പാക്കി മൈതാനം പോലെ കിടക്കുന്നു. അതാണ് വാസ്തവം. എന്നിട്ട് വീട് നിർമ്മാണം തുടങ്ങി എന്നോടല്ലേ ചോദ്യം. ഒന്നാമത്തെ കാര്യം, ഈ നുണ എന്ന പ്രയോഗം ആർക്കെതിരെ പറഞ്ഞാലും അത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പറയട്ടെ ഞാൻ വീട് നിർമ്മിച്ച് നൽകിയില്ലെങ്കിൽ അത് നമ്മുടെ മുന്നിൽ നടക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് ഇപ്പോൾ അതിൽ കൃത്യമായ മറുപടി നൽകുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ പൂർത്തിയാക്കട്ടെ. അസത്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയൊന്നും. അല്ല, അസത്യം എന്നൊന്നും ഞാൻ അതിനെ കാണുന്നില്ല. അത് അദ്ദേഹം വീടിനെ കുറിച്ച് നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ വീട് നിർമ്മിച്ചു എന്നൊന്നും പറഞ്ഞു ഞാൻ പ്രവർത്തനം തുടങ്ങി നിർമ്മാണ പ്രവർത്തനം കല്ലിട്ടാൽ തന്നെ ഒരു പ്രവർത്തനം തുടങ്ങലാണ് അല്ലേ? ആ പ്രവർത്തനം തുടങ്ങി. വയനാട് വീട് വെക്കാൻ വൈകിയാണെങ്കിലും കോൺഗ്രസ് 3 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടിരുന്നു. അവിടെ കല്ലുമിട്ടായിരുന്നു. ആ കല്ലിന് മുകളിൽ മറ്റൊരു കല്ല് കയറ്റി വെക്കാൻ പോലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നത് അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഗതി പോലും അല്ലാതെ മാറിപ്പോകുന്നത് ഈ വിധം മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയാണ്. കോൺഗ്രസിൻ്റെ വീടെവിടെയെന്ന് ചോദിച്ച് കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ ചർച്ച നടത്തിയെന്ന് ചോദിച്ചാൽ അക്കാര്യം വ്യക്തമാകും. അതുമാത്രമല്ല, നിലവിൽ സർക്കാർ ഉദ്ഘാടനം ചെയ്ത ടൗൺഷിപ്പിനെ കുറിച്ച് മോശം വാർത്ത നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഏഷ്യാനെറ്റ്. അവിടെ നിന്നും
ലൈവൊക്കെ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി നമുക്കൊന്ന് വയനാട്ടിലേക്ക് പോകാം. വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനം നമുക്കറിയാം മാർച്ച് 1-ാം തീയതിയാണ് അത് നടന്നത്. വലിയ കൊട്ടിഘോഷിച്ച് വലിയ ആഘോഷത്തോടു കൂടി നടന്ന ഒരു പരിപാടിയായിരുന്നു അത്. സർക്കാരിന്റെ അന്തസ് ഉയർത്താനുള്ള ഒരു വലിയ പരിപാടിയായിട്ടാണ് അതിനെ അവർ തീരുമാനിച്ചിരുന്നത്. 178 വീടുകൾ, ആ വീട്ടിൽ തന്നെ ആളുകൾക്ക് ഇനി എന്ന് താമസിക്കാൻ കഴിയും എന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ നമുക്ക് ഇപ്പോൾ പെയിന്റ് അടിച്ച വീടുകളൊക്കെ പ്ലോട്ട് തിരിച്ച് ആളുകൾക്ക് കൈമാറി കൊടുത്തതാണ്. അതിനോട് തൊട്ട് ചേർന്ന് നിർമ്മാണം പൂർത്തിയാക്കാത്ത വീടുകളുണ്ട്, ഡ്രെയിനേജിന്റെ പണിയുണ്ട്, മറ്റ് മാലിന്യ സംസ്കരണത്തിന്റെ പണികൾ, അങ്ങനെ വിവിധ പണികൾ, കുടിവെള്ളത്തിന്റെ വിതരണം ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ള പണികളൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ആളുകൾക്ക് ഇവിടെ വന്ന് താമസിക്കാൻ കഴിയില്ല. ഇപ്പോഴുണ്ടായ ഒരു പുതിയ പ്രതിസന്ധി, നിർമ്മാണ സാമഗ്രികൾ ഇവിടെ കിട്ടാനില്ല എന്നതാണ്. ആ ഒരു സാഹചര്യങ്ങൾ കൂടി വരുന്നതോടുകൂടി പണി ഇനിയും ഇഴയും. ഒക്ടോബറിനുള്ളിൽ പണി പൂർത്തീകരിക്കാനാണ് ഒരാളുകളുടെ കരാർ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ആ ഒക്ടോബർ കഴിഞ്ഞ് അത് നീട്ടിക്കൊടുക്കേണ്ട സാഹചര്യം പോലും ഉണ്ടാകുമോ എന്നാണ് ഇനിയുള്ള ആശങ്ക. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് ഒരു ഗുണമുണ്ടായി. നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ കോൺഗ്രസ് വാങ്ങിയ സ്ഥലത്ത് DYFI കുടിൽ കെട്ടി സമരം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ സമരം ചെയ്താൽ അടിച്ചോടിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം. നല്ല ബെസ്റ്റ് ഗാന്ധിയൻ. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സതീശൻ്റെ വാക്കിന് പുല്ലുവിലയാണ് പ്രവർത്തകർ കൊടുത്തിരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോ തയ്യാറാക്കുന്ന ഈ സമയം വരെ DYFIക്കാരെ അടിച്ചോടിക്കാൻ ഇതുവരെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ യൂത്ത് കോൺഗ്രസ്സുകാരനോ വന്നിട്ടില്ല എന്നതാണ് സത്യം. മാധ്യമ പ്രവർത്തനം എന്നാൽ പ്രതിപക്ഷ പ്രവർത്തനം എന്നുകൂടി ഒരു വിവക്ഷയുണ്ടല്ലോ. പക്ഷേ കേരളത്തിൽ മിക്ക മാധ്യമങ്ങളും, പ്രത്യേകിച്ച് മുൻനിര മാധ്യമങ്ങൾ, പ്രതിപക്ഷത്തിൻ്റെ കൈയും കാലും നാവും ആകുന്നത് നാം എപ്പോഴും കാണുന്നതാണല്ലോ. പ്രശസ്തയായ അമേരിക്കൻ ജേർണലിസ്റ്റ് ആമി ഗുഡ്മാൻ്റെ വാക്കുകളോടെ ന്യൂസ് ലാബിൻ്റെ ഈ ലക്കം പൂർണ്ണമാകുന്നു. നിശബ്ദതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ശക്തരാൽ വിസ്മൃതരാക്കപ്പെട്ട, പുറന്തള്ളപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ശബ്ദമായി മാറുക. അതാകണം മാധ്യമപ്രവർത്തകരുടെ ഉത്തരവാദിത്തം. നന്ദി, നമസ്കാരം.